ശ്രീ ഹുസൈൻ മടവൂർ, താങ്കൾക്ക് ഇപ്പോൾ ഈ സ്ക്രീൻ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നോക്കൂ, തട്ടമിട്ടുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട്, തട്ടമിട്ടുകൊണ്ടൊക്കെയാണ് ഈ സ്ത്രീകൾ ഈ വ്യായാമ മുറ അഭ്യസിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ കാണാം. തട്ടമിടാത്ത ഒരു സ്ത്രീയെ പോലും അതിനകത്ത് കാണുന്നില്ല. പലരും പർദ്ദ ധരിച്ചുകൊണ്ടാണ് അതിൽ ഇടപെടുന്നത്. അപ്പോൾ മതം പറയുന്ന വേഷവിധാനം ധരിച്ച് വന്ന് അവിടെ ആ വ്യായാമത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ പോലും മതത്തിലെ ഉന്നതർ പറയുന്ന ഈ സ്ത്രീ വിരുദ്ധമായ വിമർശനത്തിന്റെ കൂരമ്പുകൾ ഏറ്റു നിൽക്കുകയാണ്. ആ സമുദായത്തെ വിശ്വസിച്ച് ആ സമുദായം പറയുന്ന വസ്ത്രം ധരിച്ച് വന്നെത്തിയ സ്ത്രീകളെ പോലുമാണ് അപമാനിച്ചിരിക്കുന്നത്. ആ വസ്ത്രം ധരിച്ചെത്തി അവരുടെ സ്വകാര്യതകളിൽ അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീക്ക് ഇതിന്റെ ക്രൂരമ്പുകൾ ഏൽക്കേണ്ടതില്ല. നിങ്ങൾ അവർക്കായിട്ട് ഒരു ക്രൂരം വെയ്യേണ്ട കാര്യവുമില്ല. കാന്തപുരം പറഞ്ഞ കാര്യങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിലും സ്ത്രീയും പുരുഷനും ഇടകലരുന്ന വിധത്തിൽ അവരുടെ ശരീരം ഇസ്ലാമിക വേഷമല്ലാത്ത വിധത്തിൽ ധരിച്ചെത്തുമ്പോൾ അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന ഭാഗമല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കാത്ത വിധത്തിലും അവർ പുരുഷനുമായി ഇടകലരാത്ത വിധത്തിലും അവർക്ക് വ്യായാമമുറകളിൽ ഏർപ്പെടുന്നതിന് ഒരു വിരോധമില്ല. നിങ്ങൾ പർദ്ദ ധരിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾ സ്വന്തമായും എവിടെങ്കിലും വ്യായാമമുറകൾ ഏർപ്പെടുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത് അവരെയും ബാധിക്കുന്നു. വീടുകളിൽ സ്വകാര്യതകളിൽ ശരീരം ഉന്മേഷത്തിന് വേണ്ടി വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വീഡിയോ എടുത്തിട്ട് ഇത് അവരെയും ബാധിക്കുന്നു എന്ന വിധത്തിലുള്ള സൂമിൽ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. നമ്മുടെ സ്ക്രീൻ ഫോണിലോ മറ്റോ എടുത്തു നോക്കിയാൽ കാണാം. MEG7 വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നേരത്തെ താങ്കൾ എന്നോട് തെളിവ് ചോദിച്ചു, ഞാൻ തെളിവ് തന്നു, താങ്കൾ ക്ഷമ പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ തെളിവ് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. അതിൽ താങ്കൾ എന്തുകൊണ്ടാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നത് എനിക്കറിയില്ല.